ഹായ് മൈ ഡിയർ പാരൻസ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിലെ ഭൂരിഭാഗവും അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും മാറ്റി വെച്ചിട്ട് അവരുടെ വിജയം കാണാൻ കാത്തിരിക്കുന്നവരാണ് എല്ലാ പാരൻസും. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? നമ്മളുടെ മനസ്സിലെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവരത് അംഗീകരിച്ചു കൊണ്ട് നമ്മളെപ്പറ്റി നല്ല കാര്യങ്ങളാണ് പറയുന്നത്, അവരങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ്. പക്ഷേ ഈയിടെ ഒരുപാട് സ്കൂളുകളിൽ നമ്മൾ പ്രോഗ്രാം നടത്തിയതുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് ഒരുപാട് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്ന് വെച്ചാൽ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഞാൻ തന്നെ വല്ലാതെ ഒരു ഷോക്കിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്. ഒരു CBSE സ്കൂളാണ്. ആ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? SLCയിൽ ഒരുപാട് പഠിച്ചു, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? ഇപ്പോൾ ഞാൻ +2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് വല്ലാത്തൊരു പ്രോബ്ലമാണ് എനിക്ക് പഠിക്കാൻ ഇരിക്കുമ്പോൾ ഫേസ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി എനിക്ക് പഠിക്കാനേ കഴിയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് നീ പഠിക്കുമ്പോൾ ശരിക്കും പാരൻസിനൊക്കെ അതൊരു ഹാപ്പിനെസ് ആവുന്നുണ്ടല്ലോ, നിന്റെ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ടാണല്ലോ അത് പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറയാണ്, 10ാം ക്ലാസ്സിൽ ഞാനൊരു കല്യാണത്തിന് പോയിട്ടില്ല, എൻഗേജ്മെൻറ്റിന് പോയിട്ടില്ല, ഒരു വിരുന്നിനോ പൂരത്തിനോ പെരുന്നാളിനോ ഒന്നും പോയിട്ടില്ല. ഞാനിങ്ങനെ വീട്ടിൽ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പഠിച്ചു, എന്നിട്ടാണ് എക്സാം എഴുതിയത്. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, അപ്പോൾ ഹാപ്പി ആയില്ല റിസൾട്ട് വന്നപ്പോഴാണ്? അപ്പോൾ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: 87% ആണ് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹാപ്പി അല്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഹാപ്പിയും ആയില്ല. കാരണം ഞാൻ അമ്മയോട് പോയി പറയുണ്ടായി എനിക്ക് 87% മാർക്ക് കിട്ടിയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത് 90% എബോ എന്തുകൊണ്ട് നീ വാങ്ങിയില്ല എന്നുള്ളൊരൊറ്റ ചോദ്യമാണെന്ന്. ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് പഠിച്ച് മാർക്ക് വാങ്ങിയപ്പോൾ അതിന് പാരിതോഷികമായിട്ട് ആ അമ്മയിൽ നിന്ന് കിട്ടിയൊരു വാക്ക് വല്ലാതെ വേദനിപ്പിച്ചു. ഇപ്പോൾ +2ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ ടീച്ചേഴ്സ് ഉണ്ട്, കുട്ടികളുണ്ട്, ഏകദേശം ഒരു 300-ലധികം കുട്ടികളുള്ള ഒരു വേദിയിലാണ് ആ മോൻ എഴുന്നേറ്റ് നിന്ന് വളരെയധികം ഫ്രസ്ട്രേഷനോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പഠിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മയെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, അമ്മയ്ക്കുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ്. എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് അല്ല ഞാൻ പഠിക്കുന്നത് എന്ന്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: മക്കൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് എന്തു പറയുന്നു എന്നതാണ് യഥാർത്ഥ നമ്മൾ. ഇവിടെ ആ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ മകനെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതൊക്കെ. നല്ലൊരു സ്കൂൾ ഫീസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് പോലും, ഏറ്റവും നല്ല ഫെസിലിറ്റിയോടുകൂടി. പക്ഷേ മകൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ, വാക്കുകൾ കൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മൾ സൃഷ്ടിക്കുന്നത്. സന്തോഷിക്കേണ്ട സമയത്ത് കഴിഞ്ഞുപോയ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എന്നതിൻ്റെ കുറ്റപ്പെടുത്തൽ മാറ്റിവെക്കുക. കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പ്രകടിപ്പിക്കുക. നോക്കൂ, വാക്കുകൾ കൊണ്ടാണ് നമ്മളുടെ ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്, നമ്മളാണ് സൃഷ്ടിക്കുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത്, നമ്മളെപ്പോഴും മുൻകരുതൽ എടുക്കേണ്ടത്, ഇവൻ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നാൽ പോലും, നമ്മൾ പ്രതീക്ഷിച്ചത് വന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെക്കുറിച്ച് നമ്മളുടെ കുട്ടി മറ്റൊരാളോട് എന്തു പറയുന്നു എന്നതാണ് ശരിക്കും നമ്മൾ. അല്ലാതെ നമ്മളുടെ കഷ്ടപ്പാടിൻ്റെയോ നമ്മളുടെ പ്രയാസത്തിൻ്റെയോ നമ്മളുടെ ആത്മാർത്ഥതയുടെ കണക്കല്ല കുട്ടികൾ ഒരിക്കലും പുറത്ത് പറയുന്നത്. അപ്പോൾ വാക്കുകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ടേക്ക് കെയർ.